പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ UDF സ്ഥാനാർത്ഥിയായിട്ട് ശങ്കരനാരായണനാണ് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നമ്മൾ കോൺഗ്രസ്സുകാരനൊക്കെയാണ്. ഇവിടെ പ്രാദേശിക ആളുകൾക്ക് എന്നെ വേണ്ട. ഞാൻ 25 വർഷം ഇവിടെ നെന്മാറയിൽ 25 വർഷം നെന്മാറയിൽ പരിപാടി നടത്താൻ വേണ്ടി ബസ്സിൽ ആളെ കൊണ്ടുപോയിട്ടും മറ്റുള്ളതൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് പിന്നെ പാർട്ടി യോഗങ്ങളിലും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ പല പ്രാവശ്യം പങ്കെടുപ്പിച്ച് പോത്തുണ്ടിയിൽ നിന്ന് ആളെ കൊണ്ടുപോകണം. CIT ലോഡിംഗ് ആർ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് സ്ത്രീകളെ നിർബന്ധിച്ച് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത്രയും സത്യസന്ധമായി ചെയ്ത ഒരു മനുഷ്യനെ ഇപ്പോൾ പാർട്ടി സീറ്റ് തരില്ല പറഞ്ഞു. പാർട്ടിയിൽ ചർച്ചയില്ല. പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമുള്ളവരൊക്കെ വീണ്ടും സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുന്നു. ഇത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. 10 ദിവസം മിണ്ടിയില്ല. എന്താ മിണ്ടിയില്ല പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട്. ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചവർക്ക് പിന്നെ വീണ്ടും MLAക്ക് നിൽക്കണം പറയുക. ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച് തോറ്റവർക്ക് നിൽക്കണം പറയുക. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവർക്കും നിൽക്കണം എന്ന് പറഞ്ഞിട്ടും ഇവിടെ പോസ്റ്റൊക്കെ ഇടുകയാണ്. കാരണം നമ്മുടെ പാർട്ടിയിൽ നിന്നും സത്യസന്ധമായി പണിയെടുത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം 14 ദിവസം റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഈ പാർട്ടിക്കാർ വന്നിട്ട് നമുക്ക് ജാമ്യം എടുത്തു തന്നു. എന്തിനാണ് ജാമ്യം എടുത്തതെന്ന്? അപ്പോൾ ഞാൻ പുറത്ത് നിന്നാലും അകത്ത് നിന്നാലും കിട്ടുന്ന വോട്ട് കിട്ടുമല്ലോ. എന്തിനാണ് അവർ ജാമ്യം എടുത്ത്? അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കാറില്ല. പാർട്ടിയിൽ ഹോട്ടൽ പണിക്ക് പോയപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു. അപ്പോൾ 2021 നമ്മുടെ സോമാട്ടൻ എന്നിട്ട് അങ്ങേർക്ക് വേണ്ടപ്പെട്ട ആളെ മണ്ഡലം പ്രസിഡന്റാക്കി. ഈ പാർട്ടിയിൽ ജയിച്ചിട്ട് ഈ പാർട്ടിയിൽ പിന്നെ CPM-നെയും കോൺഗ്രസിനെയും BJP-നെയും തോൽപ്പിച്ചിട്ട് നേരത്തെ പണ്ട് ഞാൻ 18 വോട്ടിന് DIC നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്ന് 2000 ഞാൻ തോറ്റത് 70 വോട്ടിനാണ്. അപ്പോൾ 70 വോട്ടിന് തോറ്റ സമയത്ത് പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മാത്രമാണ് അന്ന് 18 വോട്ടിന് കരുണാകരൻ്റെ DIC ജയിച്ചത്. അന്നും പാർട്ടിക്കാർ പറഞ്ഞു കൈച്ചിഹ്നം നിർത്താമെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഗ്രൂപ്പ് കളിയും മറ്റുള്ളതൊക്കെ നടത്തിയിട്ടാണ് ഇതായത്. ഇപ്പോൾ അയിലൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ ഒരു സത്യങ്ങൾ വിളിച്ച് പറയണമല്ലോ. അയിലൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ പാർട്ടിക്ക് ജയിക്കുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ട ആൾ അയാളാണ് ജയിച്ചത്. കൈച്ചിഹ്നത്തിൽ വന്നപ്പോഴും 60-66 വോട്ടാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയണത്. ഇവിടെ പാർട്ടിയിൽ വോട്ട് ചേർക്കാൻ പോയാൽ വോട്ട് ചേർത്ത് തരില്ല. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഞാൻ ഇവരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐക്കാരുടെ കൂടെ നിന്നു, നേരത്തെ ഏക്കാരുടെ കൂടെ നിന്നു. ഇവരെ എല്ലാവരെയും കൂടെ നിന്നിട്ടും പാർട്ടിയിലെ ഗ്രൂപ്പ് വളർത്തിക്കൊണ്ട് പോകുമല്ലാതെ പാർട്ടിയിൽ പണിയെടുക്കുന്നവർക്കൊന്നും രക്ഷയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആയവർക്ക് വീണ്ടും നിൽക്കണം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയവർക്ക് വീണ്ടും നിൽക്കണം, ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയവർക്ക് വേറെ നിൽക്കണം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഈ ഇലക്ഷൻ വന്നാൽ നമ്മളെ നിന്ന് എല്ലായിടത്തും വോട്ട് മേടിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെയൊന്നും വേണ്ട എന്നൊരു സ്ഥിതിയാണ്. പോത്തുണ്ടിയിൽ കഴിഞ്ഞ ഒരു 35 ലോഡിംഗ് ആയുള്ള സ്ഥലത്താണ് ഞാൻ പണിയെടുക്കണത്. ഒരുപാട് തല്ലുകൊണ്ടുണ്ട്, ഒരുപാട് കല്ലേറ് കൊണ്ടുണ്ട്. എൻ്റെ മകളിരിക്കുമ്പോൾ 2 വയസ്സുണ്ടാകുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോയിട്ട് നെല്ലിച്ചോട് വന്ന് വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പരിസരത്ത് വന്നിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതിജീവിച്ച് വന്ന ആളെ പിന്നെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക, ഈ പാർട്ടിക്കാർ ചിന്തിക്കുക. ഇവരുടെ അടുത്ത് വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ അടിക്കുറിപ്പ് പോസ്റ്റ് ഇടുന്നത് പിന്നെ എഴുതോ നിൽക്കണം, CC സുനിൽ നിൽക്കണം, മറ്റുള്ളവർ നിൽക്കണം, മറ്റുള്ളവർ നിൽക്കണം. അപ്പോൾ ഈ ശങ്കരനാരായണൻ ഇത്രയും കാലം പണിയെടുത്ത് 40 വർഷമായി പണിയെടുത്ത ഒരു വ്യക്തിക്ക് എന്താണ് ഇവിടെ നിന്നൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. അതിന് ആരാ സപ്പോർട്ട്? ആരും സപ്പോർട്ട് കാണാനില്ല. ഇത് വേദനാജനകമാണ്. നാട്ടുകാർ മൊത്തം കാണണം. MLAക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പറഞ്ഞു കൈച്ചിഹ്നം തരുവാണെങ്കിൽ നിൽക്കുക, അല്ല വെച്ചാൽ TV-യിൽ നിൽക്കും. ജയിക്കാൻ വേണ്ടി 50,000 വോട്ട് പിടിച്ചാൽ ഈ മണ്ഡലത്തിൽ 10 പഞ്ചായത്തിൽ 50,000 വോട്ട് പിടിച്ചാൽ 1000 വോട്ടിന് ജയിക്കാൻ കഴിയും. അതാരും CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, BJP 50,000 വോട്ടൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 4000 ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട് ഗൃഹശ്രീ പദ്ധതി പ്രകാരം. പിന്നെ വികസനം കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ടും വികസനം നമ്മാറ ആശുപത്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതി വെള്ളം പോത്തുണ്ടി ഡാമിലേക്ക് ഇറക്കേണ്ടത്, അതിന് ഹൈക്കോടതി കേസ് നടത്തി വിജയിപ്പിച്ച മട്ടായി ഒരു 5-8 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടത്തി എക്സിക്യൂട്ട് ചെയ്യാൻ മലമ്പുഴയിൽ നിന്ന്